ഓസ്ട്രേലിയക്കെതിരായ ഏകദിന T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് BCCI. 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയും 5 മത്സരങ്ങളടങ്ങിയ T20 പരമ്പരയുമാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ കളിക്കുക. ഇന്ത്യയുടെ ഏകദിന ടീം പ്രഖ്യാപനത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ആരാധകർ. ടെസ്റ്റ് T20 ടീമുകളിൽ നിന്ന് വിരമിച്ച വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്ത്യയുടെ ഏകദിന ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ രോഹിത് ശർമ്മ നായകസ്ഥാനമൊഴിഞ്ഞ് ശുഭ്മാൻ ഗില്ലിനെ ക്യാപ്റ്റൻ സ്ഥാനം ഏൽപ്പിച്ചാണ് ഓസ്ട്രേലിയക്കെതിരെ ഇറങ്ങുന്നത്. അതായത് ഇനി ഇന്ത്യൻ ക്രിക്കറ്റിലെ ശുഭ്മാൻ ഗിൽ യുഗം ഏകദിന ഫോർമാറ്റിലേക്കും കടന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ ഏകദിന ടീമിൽ സഞ്ജു സാംസൺ ഉൾപ്പെടുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം സഞ്ജു ഇന്ത്യയുടെ ഏകദിന ടീമിലേക്ക് മടങ്ങിയെത്തും എന്നായിരുന്നു ദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ടീം പ്രഖ്യാപിച്ചപ്പോൾ ഇക്കാര്യം നടന്നില്ല. KL രാഹുൽ 1ാം നമ്പർ വിക്കറ്റ് കീപ്പറായ ടീമിൽ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി പരിഗണിച്ചത് ധ്രുവ് ജുറലിനെയാണ്. നിലവിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ ജുറലാണ് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ. IPL-ൽ സഞ്ജുവിന്റെ സഹതാരമായ ധ്രുവ് ജുറലിനെ ഇന്ത്യ അപ്രതീക്ഷിതമായി ഏകദിന ടീമിലേക്ക് വിളിക്കുകയായിരുന്നു. സഞ്ജുവിനെ ഇന്ത്യ ഏകദിന ടീമിലേക്ക് പരിഗണിക്കാത്തതിനെതിരെ വിമർശനവുമായി ആരാധകർ രംഗത്തെത്തിയിട്ടുണ്ട്. T20 ടീമിൽ സഞ്ജു സ്ഥാനം നിലനിർത്തിയപ്പോഴും അർഹതയുണ്ടായിട്ടും ഏകദിന ടീമിലേക്ക് തിരിച്ചുവിളി ലഭിക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് ആരാധകർ ചോദ്യമുയർത്തുന്നത്. സഞ്ജു എന്തുകൊണ്ടും ധ്രുവ് ജുറലിനേക്കാൾ മികച്ച താരമാണെന്ന് പറയാം. കണക്കുകൾ നോക്കുമ്പോൾ ഇത് വ്യക്തമാകും. ഇന്ത്യക്കായി 16 ഏകദിന മത്സരം കളിച്ച സഞ്ജു 510 റൺസാണ് നേടിയിട്ടുള്ളത്. 56.66 ശരാശരിയുള്ള സഞ്ജു 1 സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറികളും നേടി. ബാറ്റ് ചെയ്യാൻ പ്രയാസമുള്ള ദക്ഷിണാഫ്രിക്കയിലടക്കം സെഞ്ചുറി പ്രകടനം നടത്താൻ സഞ്ജുവിന് കഴിഞ്ഞിരുന്നു. ഏകദിനത്തിലും വ്യത്യസ്ത ബാറ്റിംഗ് പൊസിഷനുകളിൽ ബാറ്റ് ചെയ്ത് സഞ്ജു മികവ് തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും സെലക്ടർമാർ പരിഗണിച്ചില്ലെന്നതാണ് വസ്തുത. സഞ്ജുവിന്റെ ലിസ്റ്റ് എ ക്രിക്കറ്റിലെ കണക്കുകളും മോശമല്ല. 128 ലിസ്റ്റ് എ മത്സരങ്ങളിൽ നിന്നായി 33.85 ശരാശരിയിൽ 3487 റൺസാണ് മലയാളി താരം നേടിയിട്ടുള്ളത്. 6 സെഞ്ചുറികളും 19 അർദ്ധ സെഞ്ചുറികളും സഞ്ജുവിന് നേടാനായിട്ടുണ്ട്. കേരളത്തിനായി ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേടിയിട്ടുള്ള താരം കൂടിയാണ് സഞ്ജു സാംസൺ. എന്നാൽ ഇപ്പോഴത്തെ ടീം സെലക്ഷനിൽ സഞ്ജുവിനെ പരിഗണിച്ചില്ല. ധ്രുവ് ജുറൽ ടെസ്റ്റിലെ ഇന്ത്യയുടെ പ്രധാന ബാക്കപ്പ് വിക്കറ്റ് കീപ്പറാണ്. ഏകദിനത്തിൽ ഇതുവരെ ഇന്ത്യക്കായി കളിച്ചിട്ടില്ല. ലിസ്റ്റ് എ ക്രിക്കറ്റിലെ ജുറലിന്റെ കണക്കുകൾ ശരാശരി മാത്രമാണ്. 10 മത്സരങ്ങളിൽ നിന്ന് 189 റൺസാണ് താരം നേടിയിട്ടുള്ളത്. എന്നിട്ടും ഇന്ത്യൻ സെലക്ടർമാർ സഞ്ജുവിനെ മറികടന്ന് ധ്രുവ് ജുറലിന് അവസരം നൽകി എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ഏകദിന ടീമിലേക്കുള്ള തിരിച്ചുവരവ് സഞ്ജു വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. ഇനി ഇത്തരമൊരു അവസരം സഞ്ജുവിന് ലഭിക്കാനിടയില്ല. സഞ്ജുവിനെ തഴഞ്ഞതോടെ 2027 ഏകദിന ലോകകപ്പിന്റെ പദ്ധതികളിൽ മലയാളി താരം ഭാഗമല്ലെന്ന് വ്യക്തമാണ്. അതേസമയം സഞ്ജുവിനെ പരിഗണിക്കാത്തതിൽ മുടന്തൻ ന്യായമാണ് മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ ഉന്നയിച്ചത്. സഞ്ജു ദക്ഷിണാഫ്രിക്കയിൽ സെഞ്ചുറി നേടിയത് 3ാം നമ്പറിലാണ്. എന്നാൽ ഇപ്പോഴത്തെ ടീമിൽ സഞ്ജുവിനെ 3ാം നമ്പറിൽ കളിപ്പിക്കാനാകില്ല എന്നാണ് അഗാർക്കർ പറഞ്ഞത്. അതേസമയം ധ്രുവ് ജുറൽ മധ്യനിര ബാറ്ററാണെന്നും അതുകൊണ്ടാണ് ടീമിൽ ഉൾപ്പെടുത്തിയതെന്നും അഗാർക്കർ പറഞ്ഞു. എന്നാൽ സഞ്ജു 3 മുതൽ 6 വരെയുള്ള പൊസിഷനുകളിൽ ബാറ്റ് ചെയ്തിട്ടുണ്ട്. 4, 5, 6 പൊസിഷനുകളിൽ കളിച്ച് മികച്ച ശരാശരിയിൽ ബാറ്റ് ചെയ്ത സഞ്ജു ഓരോ അർദ്ധ സെഞ്ചുറി വീതം സ്വന്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഗാർക്കറിന്റെ വാക്കുകൾക്കെതിരെ വ്യാപക വിമർശനം ഉയരുകയാണ്. അഗാർക്കർ സഞ്ജുവിനെ തഴയാനായി മനഃപൂർവ്വം കാരണം ഉണ്ടാക്കുകയാണ് എന്നാണ് ആരാധകർ പറയുന്നത്. അങ്ങനെ സംശയിച്ചാലും തെറ്റ് പറയാനാകില്ല. സഞ്ജു സാംസൺ ഏകദിനത്തിൽ ടോപ്പ് ഓർഡറിൽ മാത്രമല്ല മികവ് പുറത്തെടുത്തിട്ടുള്ളത്, മധ്യനിരയിലും ശോഭിച്ചിട്ടുള്ള താരമാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 3ാം നമ്പറിലാണ് സഞ്ജു കൂടുതൽ മികവ് കാട്ടിയെന്നത് വസ്തുതയാണ്. അതിനർത്ഥം മറ്റ് ബാറ്റിംഗ് പൊസിഷനുകളിൽ സഞ്ജു മികവ് കാട്ടിയിട്ടില്ല എന്നല്ല. 3ാം നമ്പറിൽ 3 ഇന്നിംഗ്സുകൾ കളിച്ച് 54.3 ശരാശരിയിൽ 163 റൺസാണ് സഞ്ജു നേടിയത്. ദക്ഷിണാഫ്രിക്കയിലെ സഞ്ജുവിന്റെ സെഞ്ചുറി പ്രകടനമടക്കം 3ാം നമ്പറിലായിരുന്നു. മധ്യനിരയിൽ 4, 5, 6 ബാറ്റിംഗ് പൊസിഷനുകളിൽ 11 ഇന്നിംഗ്സ് ബാറ്റ് ചെയ്ത് 347 റൺസാണ് സഞ്ജു നേടിയിട്ടുള്ളത്. 3 അർദ്ധ സെഞ്ചുറി പ്രകടനങ്ങൾ ഈ പൊസിഷനിൽ കാഴ്ചവെക്കാൻ സഞ്ജുവിന് സാധിച്ചു. 86 റൺസാണ് സഞ്ജുവിന്റെ മധ്യനിരയിലെ ഉയർന്ന സ്കോർ. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെയാണ് ഇന്ത്യയുടെ സെലക്ടർമാർ സഞ്ജുവിനെ ഏകദിന ടീമിൽ നിന്ന് തഴഞ്ഞത്. എന്തായാലും സഞ്ജുവിനെ സംബന്ധിച്ച് ഏകദിന ടീമിൽ ഇടം ലഭിക്കാതെ പോയത് വലിയ നിരാശയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്.